നമസ്കാരം. യാത്രകൾ എനിക്ക് തരുന്ന അനുഭവങ്ങൾ, ആ അനുഭവങ്ങളാണ് ഞാനിവിടെ പറയാനുള്ളത്. ഒരു 5-6 വർഷത്തിന് മുമ്പ് ഒരു ഭാര്യയും ഒരു ഭർത്താവും 2 കുട്ടികളുമായിട്ട് ഞാൻ കണ്ണൂർ ഒരു ഭാഗത്ത് അന്ന് ഒരു വിഷയമായിട്ട് ചിന്തിക്കുമ്പോൾ എന്നെ അന്വേഷിച്ചു വന്നു. നല്ല യൗവനാവസ്ഥയിലുള്ള ഭാര്യയും ഭർത്താവും, 2 നല്ല കുട്ടികൾ. അപ്പോൾ ഫലം ഞാൻ ചോദിച്ചു, എന്നെ കാണാൻ വന്നതാണ്. ഞാൻ അവരുടെ വിഷയങ്ങൾ അങ്ങോട്ട് പറയാൻ തുടങ്ങി. 200 വർഷം പഴക്കമുള്ള 200ഓളം വർഷമുള്ള ഈ 200ഓളം എന്ന് ഞാൻ പറയുന്നത് അതിന് ഈ 5-6 വർഷം ഇവരെ കാണുന്നത് മുമ്പുള്ള സമയം കുറയ്ക്കണം. ഞാൻ ഇന്നലെ അവിടെ എത്തുമ്പോൾ 200 വർഷം പഴക്കമുണ്ട്. രാത്രി ഞാനും ടീച്ചറും ഇവരെല്ലാം കൂടെ ഞാൻ പറഞ്ഞു, രാത്രി തന്നെ എനിക്കിത് കാണണം. വൈകുന്നേരത്തെ അവിടെ ഇറങ്ങിയിട്ട് വിമാനത്തിൽ ഇറങ്ങിയിട്ട് അവിടുന്ന് വണ്ടിയിൽ ഈ സ്ഥലത്ത് ചെന്ന് ഒരു 3 ഏക്കറിന് പുറത്ത് സ്ഥലമുള്ള ഒരു കുന്നിന് ഈ വലിയ മന, ഏതോ ഒരു കാലത്തെ മനയാണ്, അതിൻ്റെ പുറകിലോട്ടൊരു വലിയ കുന്നാണ്. ഒരു സൈഡിൽ ഈ തറവാട്ടിലുണ്ടായിരുന്ന ആൾക്കാരെ ദഹിപ്പിച്ച ശവകുടീരമാണ്. ഭീതിയും ഭീകരതയും നിറഞ്ഞു നിൽക്കുന്ന ഒരു കുളം, പിന്നെ ഈ മന. നമ്മൾ ദൂരെ നമ്മളിങ്ങനെ നോക്കിയാൽ നമുക്ക് തോന്നും ഇവിടെ മനുഷ്യവാസമില്ല, ഇവിടെ മനുഷ്യരായിട്ട് ആർക്കും താമസിക്കാൻ കഴിയില്ല എന്നുള്ളത്. ഞാൻ ഇവരോടൊപ്പം അകത്തേക്ക് കയറി മുകളിലേക്ക് കയറാൻ വേണ്ടി തുടങ്ങുമ്പോൾ ആ മുകളിലത്തെ ലൈറ്റ് അങ്ങ് പോയി. എത്ര ഇടാൻ ശ്രമിച്ചിട്ടും അവിടെ പ്രകാശം വന്നില്ല. അപ്പം ഞാൻ പറഞ്ഞു, വേണ്ട, നമുക്ക് രാവിലെ വരാം. ഈ 5-6 വർഷത്തിന് മുമ്പ് ഇവരെന്നെ കാണാൻ വരുന്ന ദിവസം ഞാൻ പറഞ്ഞു, ഈ കുട്ടികൾക്ക് വല്ല വീഴ്ച വല്ലതും ഉണ്ടായിട്ടുണ്ടോ എന്ന്. ഇല്ല എന്ന് പറഞ്ഞു. എന്നെ കാണാൻ വരാനോ ഞാൻ അങ്ങോട്ട് ചെല്ലാമോ എന്നോ പറഞ്ഞ ദിവസം ആ പെൺകുട്ടി എന്നെ ഫോൺ ചെയ്തിട്ട് പറഞ്ഞു, കയറരുതെന്ന് പറഞ്ഞ ഗോവണിയിൽ നിന്ന് മകൻ വീണ് കാലുടി എങ്ങാണ്ട് ചെയ്യുകയൊക്കെ ചെയ്തു, ചോര വരികയൊക്കെ ചെയ്തു. അപ്പോൾ ഇത്തരത്തിലുള്ള വിചിത്രമായ ഒരു സ്ഥലം, ഞാനതിൻ്റെ ചരിത്രം, അതിൻ്റെ നിഗൂഢതയിലൂടെ സഞ്ചരിച്ച് എന്താണ് അവിടെ സംഭവിച്ചതെന്ന് കണ്ടെത്താനൊരു ശ്രമമായിരുന്നു. അങ്ങനെ ഞാനവിടെ പോയി. നമ്മൾ ഇന്നത്തെ ശാസ്ത്രയുഗത്തിൽ നമ്മൾ അത്ഭുതപ്പെട്ടു പോകുന്ന ഒരു കഥയാണ് അവിടെ. രാത്രികളിൽ ഇവരവിടെ താമസിക്കുമ്പോൾ ഒരു കല്യാണം കഴിഞ്ഞ് അമ്മയും ഈ മരുമകളും, കല്യാണം കഴിഞ്ഞ് വന്ന മകളും മാത്രമേ ഉള്ളൂ. ഇദ്ദേഹം വിദേശത്താണ്. അപ്പോൾ രാത്രിയിൽ കിടക്കുമ്പോൾ അല്ലെങ്കിൽ മുകളിലത്തെ തട്ടിൽ എന്തെങ്കിലും തട്ടിമറിഞ്ഞ് ഓടുന്ന, ആരോ ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന, അവിടെ പാത്രങ്ങളൊന്നുമില്ല. അപ്പോൾ ഇവർ വിചാരിക്കും പഴയ തട്ടൊക്കെ ഇല്ലേ, അവിടെ വല്ല ഈ എന്തെങ്കിലുമൊക്കെ ഇത് കാണുമല്ലോ, നാൽക്കാലികളോ അല്ലെങ്കിൽ ഈ തട്ടുകളിൽ ജീവിക്കുന്ന ചില ജീവികളോ അവരാണെന്ന് വിചാരിക്കും. പക്ഷേ അതൊന്നും തന്നെ അകത്തേക്ക് കയറിപ്പോകാനുള്ള അവസരം അവിടെ ഇല്ല. അപ്പോൾ ഞാൻ അവിടുത്തെ കുളത്തെക്കുറിച്ച് സംസാരിച്ചു, ചില പേരുകളെക്കുറിച്ച് പറഞ്ഞു, അതിന് മുമ്പുണ്ടായിരുന്ന ബ്രാഹ്മണന്മാരെ കുറിച്ച് പറഞ്ഞു, താമസിച്ചിരുന്നവരെ കുറിച്ച് പറഞ്ഞു. എത്രയും വിചിത്രമായ ഒരു സംഭവം. അപ്പം ഞാനവരോട് ചോദിച്ചു, അവിടെ കാലുകൾ നഷ്ടപ്പെട്ട ആൾക്കാർ എത്ര പേരുണ്ട്? അവിടെ വളരെ അത്ഭുതമാണ്. എത്രയോ തലമുറയിലെ ആൾക്കാർക്ക് കാൽമുട്ട് വെച്ച് മുറിച്ച് കളയുന്ന, പ്രമേഹമോ ഇല്ലെങ്കിൽ അത്യാദി കാര്യങ്ങളിൽ കാൽമുട്ടുകൾക്ക് ക്ഷതം സംഭവിക്കും. പിന്നെ അതിൻ്റെ അടുത്തുള്ള കുളക്കരയിലിരിക്കുന്ന ഒരു പ്രേതാത്മാവുമായിട്ടുള്ള ഒരു സംവാദം, ഞാൻ അദ്ദേഹത്തിൻ്റെ പേരുമൊക്കെ പറഞ്ഞു. ഇവരൊക്കെയുള്ള എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. വളരെ പുരാതനമായ ഒരു വീടാണ്. നമുക്ക് ഒറ്റയ്ക്ക് ആ മുറിക്കകത്തോട്ട് കയറി നിൽക്കാൻ പറ്റില്ല. ഞാൻ രാത്രികളിൽ എൻ്റെ കൂടെ ഇവരെല്ലാവരും ഉണ്ടായിരുന്നു. ഞാൻ പകൽ പോയപ്പോഴാണ് അതിൻ്റെ ഈ ശൂന്യത നമുക്ക് മനസ്സിലായത്. അപ്പോൾ ഒരു ദിവസം ആ വീട് അവർ വിൽക്കാൻ തീരുമാനിച്ച്, ഇദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്ത്, ആ സുഹൃത്ത് ഇന്നലെ എന്നെ വന്ന് കണ്ടിരുന്നു. അദ്ദേഹം അവിടെ വരുമ്പോൾ അവിടെ ഒരാൾ നിൽപ്പുണ്ട്. അപ്പോൾ ആ ബ്രോക്കർ ആൾക്കാരെയും കൊണ്ട് വന്നാണ് ഈ വീട് വിൽക്കാനായിട്ട്. അപ്പോൾ ഒരു സ്ത്രീ അവിടെ നിൽപ്പുണ്ട്. അപ്പോൾ ഇങ്ങനെ വീടിനെ കുറിച്ച് ചോദിച്ചപ്പോൾ അതങ്ങനെ സ്ത്രീ അവിടെ ആരും കണ്ടിട്ടില്ല. നിങ്ങൾ എന്തിനാ വന്ന് ഈ വീടിനെ കുറിച്ച് ചോദിച്ചു. അപ്പോൾ നിങ്ങൾ എന്തിനാ വന്ന്, ഈ വീട് ആർക്കും കൊടുക്കുന്നില്ലല്ലോ, ഇത് ഞാനിവിടെ താമസിക്കുകയാണല്ലോ എന്നെന്തോ പറഞ്ഞത്രേ. അങ്ങനൊരു സ്ത്രീ ആ പ്രദേശത്തേ ഇല്ല. എനിക്കതിൻ്റെ നിഗൂഢതകളിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ഞാൻ പറയുകയാണ്, ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ നമ്മൾ എന്തൊക്കെ ഇല്ല എന്ന് പറഞ്ഞാലും അതൊക്കെ മറഞ്ഞിരിക്കുന്ന ഒരുപാട് പേരുണ്ട്. ഞാൻ അവിടെ നിന്നൊരു വലിയ പുളിയെക്കുറിച്ച് സംസാരിച്ചു. ആ പുളിയുടെ ഭാഗം ഞാൻ കണ്ടു. അതിൻ്റെ പുറകിലുള്ള കുന്നും ചരിവുകൾ, വലിയ കുന്നാണ്, ഒരു 3-4 ഏക്കർ സ്ഥലമുണ്ട്. നമ്മൾ പട്ടാപ്പകൽ പോലും ഭീകരത തോന്നിക്കുന്ന ഒരു സ്ഥലമാണ്. അവിടെ പോയി എനിക്ക് ഷൂട്ട് ചെയ്യണം എന്നുണ്ട്. അത് പ്രേക്ഷക ഹൃദയങ്ങളിലേക്ക് എത്തിക്കാനായിട്ടുള്ള ഒരു സ്ഥലമാണ്. കാരണം അത് കാണേണ്ട ഒരു സ്ഥലമാണ്. അവിടെ സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ,
അപ്പോൾ ഈ പെൺകുട്ടി, അവിടെ താമസിച്ചിരുന്ന പെൺകുട്ടി, കല്യാണം കഴിഞ്ഞ് ഈ പെൺകുട്ടി ആ വീട്ടിൽ താമസിപ്പിച്ചിട്ട് ഇദ്ദേഹം വിദേശത്ത് ജോലിക്ക് പോകുമ്പോൾ രാത്രിയാവുമ്പോൾ ഈ കുട്ടി ഉണർന്നിട്ട്, അവിടെ ഒരു കിണറുണ്ട്, വലിയ കിണറാണ്. ആ കിണറിലേക്ക് ചാടാൻ പാകത്തിൽ മുകളിൽ ഇങ്ങനെ നമ്മൾ കെട്ടിയിട്ടുണ്ട്. ഇദ്ദേഹം ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്, കുറേയൊക്കെ ഇടിച്ചു കളഞ്ഞിട്ടുണ്ട്, പഴയ കെട്ടിടമായതുകൊണ്ട്. ആരോ തന്നെ ആ കിണറ്റിലേക്ക് ചാടാൻ പ്രേരിപ്പിക്കുന്നു, ആകർഷണം ഉണ്ടാകുന്നു കിണറ്റിലേക്ക്. ഇന്നത്തെ കാലഘട്ടമാണ്, ഇതൊന്നും ആരും വിശ്വസിക്കണം ഇല്ല, ഈ വീട്ടിൽ അവരും വിശ്വസിക്കണം എന്നില്ല. പക്ഷെ എന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഒരു പകൽ പോലും അവിടെ നിൽക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ ഈ വിവാഹം കഴിച്ചു കൊണ്ടുവന്ന പെൺകുട്ടി അവിടെ താമസിച്ചു എന്നുള്ളതാണ്. ചില ശബ്ദങ്ങളും കേൾക്കും. അപ്പം ഞാൻ ചോദിച്ചു, നിങ്ങൾ ഒരു കട്ടിൽ കിടന്ന് ഉറങ്ങാൻ പറ്റിയിട്ടുണ്ടോ? രാത്രി 2 മണിയാകുമ്പോൾ രണ്ടുപേരും ഞെട്ടി ഉണരത്തില്ലേ? അപ്പോൾ ഇതെല്ലാം നമ്മൾ അങ്ങോട്ട് ചോദിക്കുമ്പോൾ ഇവരിങ്ങനെ അത്ഭുതപ്പെടുത്തുന്ന പോലെ കാര്യങ്ങൾ സംസാരിക്കുവാണ്. ഞാൻ പറയുന്ന 10-200 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു സംഭവമാണ്. ഞാൻ എൻ്റെ കുറേ സാധനങ്ങളൊക്കെ അവിടുന്ന് കണ്ടെത്തി. മെതിയടികളും പഴയ പെട്ടികളും പഴയ ചീരഭരണിയും പിന്നെ ഈ ഉലക്ക ഇല്ലെങ്കിൽ നമ്മൾ അരിയിടിക്കുന്ന സാധനത്തിൻ്റെ ആ ഒരു സൈഡിൽ ഒരു വർഷം എഴുതിയിട്ടുണ്ട്. 50-52 വർഷം അതിനകത്ത് കൊത്തിയിട്ടുണ്ട്. ഒരു 30-11-1952 എന്ന് 52 അങ്ങനെ എഴുതിയിട്ടുണ്ട്. വർഷങ്ങൾ അതിന് തന്നെ 10-75 വർഷം പഴക്കമായി. 90 വർഷവും കൊണ്ട് പഴക്കമുള്ളൊരു പിന്നെ അതിനകത്ത് ചെതലൊക്കെ എടുത്തിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ നിഗൂഢമായിട്ട് അവിടെ ഒരു കസേര ഉണ്ടായിരുന്നു, അത് ആരാണ്ട് എടുത്തുകൊണ്ട് പോയി. പിന്നെ അവിടുന്ന് പലരും എടുത്തുകൊണ്ട് പോയവരൊക്കെ അപമൃത്യു സംഭവിച്ചു. ഈ വസ്തു സ്വന്തമാക്കാൻ ശ്രമിക്കുന്നവർക്ക് അപമൃത്യു സംഭവിച്ചു. യഥാർത്ഥത്തിൽ അവിടെ ഉണ്ടായിരുന്ന ഒരു കുടുംബത്തിലെ ഒരു നായർ സമുദായത്തിൽപ്പെട്ട ആള്, ഹിന്ദു നായർ സമുദായത്തിൽപ്പെട്ട ആള് ഒരു ബ്രാഹ്മണ സ്ത്രീയുമായിട്ട് ബന്ധമുണ്ടായി. അതങ്ങനെയാണല്ലോ, പണ്ട് കാലത്തെ ചരിത്രമാണ്. ബന്ധമുണ്ടായിട്ട് അവർ ഹിതമല്ലാതെ ഗർഭം തിരിച്ചു എന്നാണ് പറയുന്നത്, നമുക്ക് കണ്ടെത്താൻ പറ്റിയത്. അങ്ങനെ ഗർഭത്തോടുകൂടി ഈ വീടിൻ്റെ മുറ്റത്തേക്ക് വന്നപ്പോൾ ആ കാരണവർ കാലുകൊണ്ട് ചവിട്ടിത്തെറിപ്പിച്ചു. ആ ചവിട്ടേറ്റ് ഗർഭിണി മലർന്നടിച്ച് വീഴുകയും ആ മരിക്കുന്നതിന് മുമ്പ് തന്നെ കുട്ടിയെ ഈ സ്ത്രീയെ എടുത്ത് കിണറ്റിലിടുകയും ചെയ്തു. ഭയങ്കരമാണ്. നമ്മൾ ആ ഒരു സന്ധ്യയ്ക്കൊക്കെ നമ്മൾ വളരെ അപ്പുറത്ത് കുറച്ചൊക്കെ ദൂരമായിട്ട് ചെറിയ ആൾക്കാരൊക്കെ ഉണ്ട്. പക്ഷെ നമ്മൾ ഈ വീടിൻ്റെ ഗേറ്റ് കടന്ന് അകത്തേക്ക് ചെല്ലുമ്പോൾ തന്നെ ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു അന്തരീക്ഷം, ഒരു മുഴക്കം നമ്മളിലേക്ക് വന്നു ചേരും. ഒരാൾക്ക് പോലും അതിനകത്ത് ഗതി പിടിക്കാൻ പറ്റില്ല. ഞാൻ 2-3 തലമുറയിലെ ആൾക്കാരുടെ പേരും പരിസരത്തുള്ള ആൾക്കാരും അവിടെ സംഭവിച്ച കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചോദിച്ചു. അപ്പോൾ ഇത് നമ്മുടെ കേരളത്തിന് പുറത്ത്, കേരളത്തിൻ്റെ ഒരറ്റമാണ്, അതും കഴിഞ്ഞ് അപ്പുറത്ത് വനപ്രദേശമൊക്കെയാണ്. ഇപ്പോൾ എത്രയോ കാലങ്ങൾക്ക് മുമ്പ്, എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു സംഭവത്തിൻ്റെ ബാക്കി പത്രം ഇന്ന് ഇവിടെ നിലനിൽക്കുന്ന ഒരു പ്രേതാത്മാവായിട്ട്. അവിടെ താമസിക്കാനൊന്നും പറ്റില്ല. ഇനി വേണമെങ്കിൽ ഇത് മുഴുവൻ ഇടിച്ചു നിരത്തി, കാരണം ലക്ഷക്കണക്കിന് വിലയുള്ള ഗേറ്റും വാതിലുമൊക്കെ അതിനകത്തുണ്ട്. അവിടെ പരിഹാരക്രിയ ഉണ്ടോ എന്ന് തന്നെ അറിയത്തില്ല ഇതിനകത്ത്. കാരണം ഈ കിണറിലെ വെള്ളം വലിയ കിണറാണ്, ആ കിണർ അവർ മൂടിയിട്ടുണ്ട്. അപ്പോൾ രാത്രികളിൽ ഇപ്പം ഞാൻ അവരോട് പറയാൻ നിന്നില്ല, കാരണം ഇനി അവിടെ ആരും താമസിക്കത്തില്ല. അവിടെ ഈ കപ്പി കയർ വാരിക്കുന്ന ശബ്ദവും ഈ തൊട്ടി വീഴുന്ന ശബ്ദമൊക്കെ നമുക്ക് ഊഹിച്ചെടുക്കാൻ പറ്റും. ഒരാൾക്ക് പോലും, തലമുറയിൽ ഒരാൾക്ക് പോലും അവിടെ താമസിക്കാൻ പറ്റില്ല. കാരണം അങ്ങനെ ഭീകരമായി കാലുകൾ എത്രയോ 3-4-5 പേർക്ക് കാലുകൾ മുറിച്ച് കളയേണ്ടി വന്നു. എന്നെ ഏറ്റവും അത്ഭുതപ്പെടുത്തിയതല്ല, അവർക്കൊരു ചെറിയ മകനുണ്ട്, അവൻ ആ കുടുംബത്തിലെ പുനർജന്മമാണ്. അവൻ്റെ ഓരോ ചോദ്യങ്ങളും, വലിയ പ്രായമില്ല, 10-11 വയസ്സിന് താഴെയുള്ളൂ. അവൻ്റെ ചോദ്യങ്ങൾ, അവൻ ആ തലമുറയിൽ എനിക്ക് തോന്നുന്നു ഈ കുടുംബവുമായിട്ട് ബന്ധപ്പെട്ട് ജനിച്ച ആ കുട്ടിയുടെ ലക്ഷണവും സംസാരവും എന്നോടുള്ള അവൻ്റെ ചോദ്യത്തിന് മറുപടിയും, അവൻ കമ്പ്യൂട്ടറിൽ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുമ്പോഴും നമ്മൾ ചോദിച്ചതിന് മറുപടി പറയും. അത് ഭയങ്കര ഒരു അത്ഭുതമായി തോന്നി എനിക്ക്. അപ്പോൾ ഞാൻ പറഞ്ഞു, രണ്ടാമത് പകൽ പോകുമ്പോൾ ഈ കുട്ടിയെ കൊണ്ടുവരണ്ടെന്ന് ഞാൻ പറഞ്ഞു. പിറ്റേ ദിവസം രാവിലെ ചെന്നപ്പോഴത്തേക്ക് അവനെ കൊണ്ടുവരണ്ട എന്ന് പറഞ്ഞു. കാരണം നമ്മൾ ചോദിക്കുന്നതിന് ഉത്തരം അവൻ പറയുന്നുണ്ട്. അതിങ്ങനെയാണ്. ഒരു കാരണവർ എന്താണോ പറയുന്നത്, അവരുടെ രൂപമേ അങ്ങനെയാണ്. ഒരു സാധാരണ രൂപത്തിലുള്ളതല്ല, ഒരു സാധാരണ കുട്ടിയുടെ മുഖവുമല്ല. നല്ല ചൈതന്യമാണ്, നല്ല ഗാംഭീര്യമാണ്. ചോദിക്കുന്നതിന് മറുപടി, നമ്മളിവിടെ എന്തെങ്കിലും ഞാൻ ഇങ്ങനെ കാര്യത്തിലുണ്ടെന്നാൽ അതിന് മറുപടി അവനാ പറയുക. അതെന്നെ അത്ഭുതപ്പെടുത്തിയതാണ് അല്ലേ. അപ്പോൾ ആ പൂർവ്വജന്മവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വിഷയമാണത്. പൂർവികമായിട്ടുള്ള അങ്ങനെ സംഭവിച്ച കാര്യങ്ങൾക്ക് ഇന്നത്തെ കാലഘട്ടത്തിൽ എങ്ങനെയാണ് പരിഹാരം ചെയ്യാൻ പറ്റുക? വലിയ തറവാടാണ്.
നമുക്ക് സിനിമാ ഷൂട്ടിങ്ങിനൊക്കെ എനിക്ക് സിനിമാ ഷൂട്ടിങ്ങിന് ഒക്കെ ചെയ്യാൻ പറ്റുന്നതാണ്. ഞാൻ അബാക് മീഡിയയിൽ അതിൻ്റെ അവിടെ പോയി അത് പ്രസൻറ്റ് ചെയ്യണമെന്നുണ്ട്. കാരണം ഒരു അമ്മ ഞാനിപ്പോൾ പ്രേതഭൂമിയിലിടുന്ന പ്രോഗ്രാം ചെയ്യുന്നത് കൊണ്ടാണ്. അതിനകത്ത് അവിടെ പോയി രാത്രി കയറാൻ പറ്റുന്ന ക്യാമറാമാനും ഒക്കെ എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ രാത്രി ആ മുകളിലത്തെ ആ നിരപ്പുള്ള ആ സ്ഥലത്ത് നമ്മൾ പന്തം കത്തിച്ച് വരുമ്പോൾ ആ പ്രേത സാന്നിധ്യം ഇവിടെ അറിയാൻ പറ്റും, ആ കഥ അവിടെ അവതരിപ്പിക്കാൻ പറ്റും. അങ്ങനെ പ്രോഗ്രാം പ്രേതഭൂമിയിലൂടെ തുടങ്ങണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് ഞാൻ. അപ്പോൾ ഇതിവിടെ പറയുന്നുള്ളതേ ഉള്ളൂ. ഭയങ്കര അത്ഭുതം. നമ്മൾ ഈ കാലഘട്ടത്തിൽ കമ്പ്യൂട്ടർ യുഗത്തിലൊക്കെ ശരി തന്നെ എന്തുണ്ടെന്ന് പറഞ്ഞാലും പൂർവികമായിട്ടുള്ളയും പൂർവ്വജന്മത്തിലെ നമുക്ക് ഈ ജന്മത്തിലേക്ക് വരും. പക്ഷെ പൂർവികർ ചെയ്തു കൂട്ടിയിരിക്കുന്ന പാപത്തിൻ്റെ പരിണിത ഫലം അനുഭവിക്കാൻ വിധിക്കപ്പെട്ട ഒരു സമൂഹം ഇവിടെയുണ്ട്. അതുകൊണ്ട് സ്ഥലങ്ങൾ മേടിക്കണമെന്ന് ഞാൻ ശ്രദ്ധിക്കുന്നത്. ഇപ്പോൾ കാക്ക വന്നിരുന്നിട്ട് കാക്ക വന്നിരുന്ന് കരയുന്ന കാക്ക ഏത് ദിക്കിലേക്കാണോ തിരിഞ്ഞിരുന്ന് കരയുന്നത്, എന്നിട്ട് അത് ഏത് ദിക്കിലേക്കാണോ പറക്കുന്നത്. ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഈ പ്രേതാഭം ഏത് വീട്ടിലാണെങ്കിലും ഫ്ലാറ്റിൽ താമസിക്കുന്നതാണെങ്കിലും കുറച്ച് എള്ളും ചോറും കൊടുത്ത് കാക്കയെ പ്രീതിപ്പെടുത്തണം. കാക്കകൾ വന്നിരിക്കുകയും അപ്പോൾ ഇന്നാൾ ഞാൻ ഇതുപോലെ ഒരു കാര്യം പറഞ്ഞപ്പോൾ സിംഗപ്പൂരിലെ കാക്കയിൽ അവിടെയൊക്കെ പ്രേതാത്മാക്കൾ ഇങ്ങനെ അലിഞ്ഞു നടക്കുന്നു. ഇതുപോലുള്ള വിഡ്ഢി ചോദ്യങ്ങൾക്കൊന്നും മറുപടി പറയാൻ എനിക്ക് പറ്റില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് എല്ലാത്തിനുമൊക്കെ ഒരുപാട് ഉദാഹരണങ്ങളും ചോദ്യങ്ങളും ഒക്കെ കാണും. ഒരു രാജ്യത്തിന് സമ്പന്ന സ്ഥിതി ഉണ്ടായതുകൊണ്ട് മാത്രമല്ല അവിടെ ജീവിക്കുന്ന മനുഷ്യരൊരു വലയത്തിനകത്തുനിന്ന് പുറത്തോട്ട് വരാൻ പറ്റില്ല. പണമൊക്കെ ഉണ്ടാവുമായിരിക്കും. അതുപോലെ തന്നെ നായ്ക്കൾ വന്നു കയറി ആ വീട് ആളില്ലാത്ത പുറത്ത് എവിടെ ആണെങ്കിലും ആൾ താമസിച്ചിട്ട് നായ്ക്കൾ വന്ന് കിടക്കും. ഈ വീട്ടിൽ ഒരൊറ്റ നായ്ക്കൾ വരില്ല. ഒരാൾ ഇന്ന് വരെ കണ്ടിട്ടില്ല. ഒരു നായ്ക്കളും ആ വീട്ടിലേക്ക് കയറിയിട്ടേ ഇല്ല. എന്തുകൊണ്ടാണ്? നായ്ക്കളെ സംബന്ധിച്ചിടത്തോളം ഇത്തരം നെഗറ്റീവ് എനർജികളെ സ്വീകരിക്കുന്ന ആൾക്കാരാണ്. ചുമച്ചും കുരച്ചുമൊക്കെ അതിനറിയാം, അതിനെ കണ്ടെത്താൻ പറ്റും. പ്രേതാത്മാക്കളുടെ സാന്നിധ്യം നമ്മൾ ഈ അറുകൊല എന്ന് പറയുന്ന ഒരു സാന്നിധ്യമുണ്ട്. അത് രാത്രികളിൽ ചിലപ്പോൾ ഈ നെഗറ്റീവ് എനർജിയുള്ള വീടുകളിലൂടെ അതിൻ്റെ തെക്ക് ഭാഗത്ത് ഇങ്ങനൊരു അലർച്ച കേൾക്കാം. രാത്രിയാണ്, 2 മണിക്കും 3 മണിക്കും ഇടയ്ക്ക് ഈ അറുകൊലയുടെ ഒരു അലച്ചിലുണ്ട്. നെഗറ്റീവ് ഫോഴ്സാണ്. എന്നോട് പറഞ്ഞിട്ടുണ്ട് പ്രകാശം ഇങ്ങനെ പോകുന്നത്, അത് ഫോസ്ഫറസ് ആണെന്നൊക്കെ പറയും. അത് ഫോസ്ഫറസ് ആണെന്ന് പറഞ്ഞാലും നമ്മളത് സ്വീകരിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. ഒരു പ്രകാശം ഒരിടത്തിൽ നിന്നൊരു പ്രകാശം മറ്റൊരിടത്തേക്ക് സഞ്ചരിക്കുമ്പോൾ പണ്ട് കാലത്തെ മാന്ത്രിക ആചാര്യന്മാർ ഇത് കണ്ടുപിടിക്കും. ഇത് എന്തുകൊണ്ട് എവിടെ നിന്നാണ് ഈ ഫോസ്ഫറസ്? ഇത് 2 പർവ്വതങ്ങളിൽ നിന്നുണ്ടാകും ഫോസ്ഫറസിൻ്റെ അഭ്രം. അതിൽ നിന്ന് ഫോസ്ഫറസിൻ്റെ ഒരു സാന്നിധ്യം വെളിച്ചമായിട്ടുണ്ടാകും. പക്ഷേ അത് കണ്ടെത്തുമ്പോൾ ഇത് ചെന്ന് ലയിക്കുന്നത് ആ ഫോസ്ഫറസ് ഉള്ളപ്പോൾ തന്നെ, അങ്ങനെ ഒരു പ്രകാശം ഉള്ളപ്പോൾ തന്നെ അതിനതീതമായ ഒരു താന്ത്രികമായിട്ടുള്ള ഒരു ശക്തി കൂടെ അതിനുള്ളിൽ നമുക്ക് കണ്ടെത്താൻ വളരെ പ്രയാസമൊന്നുമില്ല. തൂങ്ങിമരണങ്ങൾ നടന്ന ഈ അടുത്ത കാലത്ത് ഒരാൾ എൻ്റെ അടുത്ത് പറഞ്ഞു, സ്വാമി രാത്രിയാകുമ്പോൾ ഈ തലയൊട്ടിയുടെ ബാക്കിയില്ലാത്ത ഒരാൾ എൻ്റെ മുറികളിലൂടെ ഇങ്ങനെ ഇറങ്ങി, എൻ്റെ സ്റ്റെയർ കേസ് ഇറങ്ങി ഇങ്ങനെ പോണ കാണാം. അപ്പം ഞാൻ ചോദിച്ചു, അവിടെ ആരെങ്കിലും മരിച്ചിട്ടുണ്ടോ? അപ്പോൾ പറഞ്ഞ അമ്മയുടെ അനിയൻ ഇവിടെ തൂങ്ങി മരിക്കുകയായിരുന്നു ചെയ്തത്. എന്തിനാണ് തൂങ്ങി മരിച്ചത്? അദ്ദേഹം വിവാഹമൊന്നും കഴിച്ചിട്ടില്ലായിരുന്നു. ഇപ്പോൾ ഒരു നിഷേധിയായിട്ടുള്ള സ്വഭാവമായിരുന്നു. ഒരുപാട് മദ്യപിക്കുമ്പോൾ അമ്മ പറഞ്ഞു മേലെ ഇവിടെ വന്ന് മദ്യപിക്കരുതെന്ന് പറഞ്ഞപ്പോൾ പുള്ളി ആ മുറിയിൽ തന്നെ തൂങ്ങി മരിച്ചു. ഞാനിപ്പോൾ ആ മുറിയിലാണ് കിടക്കുന്നത്. എനിക്കൊരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല. പക്ഷേ ചില ദിവസം രാത്രി ആരാണ്ട് പടിയിറങ്ങി പോകുന്ന പോലെ തോന്നാം. ഒരു ദിവസം ഞാനിങ്ങനെ കണ്ണടച്ച് കിടന്നിട്ട് ഇങ്ങനെ തോന്നി. ഞാൻ ഇറങ്ങി ചെന്ന് നോക്കുമ്പോൾ ഇവിടെ തലയോട്ടിയുടെ ഭാഗമില്ല. ഈ തലയോട്ടി ഇല്ലാതെ ഒരാൾ, മുഖമൊക്കെ ഉണ്ട് പക്ഷെ തലയോട്ടി ഇല്ലാതെ ഒരാളിങ്ങനെ ഇറങ്ങി പോകുന്ന പോലെ എനിക്ക് തോന്നിയെന്ന്. ഞാൻ പറഞ്ഞു ശരിയാണ്. പോസ്റ്റ്മോർട്ടത്തിൽ ആദ്യം ഈ തലയോട്ടി അങ്ങ് പൊട്ടിച്ചളയും. ആദ്യം ഒരു സാധനം വെച്ച് ക്ലിക്കിപ്പിട്ടിട്ട് 2 അടി കൊടുക്കുമ്പോൾ ഈ തലയോട്ടി അങ്ങ് പൊട്ടി വരും. അതിനടുത്ത് മാറ്റി വയ്ക്കും. ഇത് പോസ്റ്റ്മോർട്ടം അറിയാവുന്നവർക്കറിയാം. പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന ഡോക്ടേഴ്സൊക്കെ അറിയാം. കിടത്തി ബോഡി കൊണ്ടുപോയാൽ മരണാനന്തര ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ മരണമില്ല എന്ന് വിചാരിക്കും. മരണം കഴിച്ചാൽ ഒന്നും അറിയണ്ട എന്ന് അവരെ കൊണ്ടുവന്ന് പോസ്റ്റ്മോർട്ടം ടേബിളിലോട്ട് കിടത്തിയിട്ട് ഇതെങ്ങനെയാണ് മരിച്ചതെന്ന് മാസം രേഖപ്പെടുത്തണമല്ലോ. അപ്പോൾ റോഡിൽ ഇത് കിടന്ന് മരിക്കുന്നവരൊന്നും അങ്ങനെ എടുത്ത് കളയുമായിരിക്കും, എനിക്കറിഞ്ഞുകൂടാ അത് പൊട്ടിക്കുമെന്ന്. പക്ഷേ മറ്റതൊക്കെ ഈ കറക്റ്റായിട്ടുള്ള വിഷം കഴിച്ച് മരിക്കുകയോ ഇനി നാളെ പോലീസിൻ്റെ ഒരു അന്വേഷണം ഉണ്ടായാൽ കൃത്യമായി എന്താണെന്ന് അറിയാനായിട്ട് ഇവിടെ അങ്ങോട്ട് തിരുനെറ്റിയിലോ ഇവിടെ അങ്ങോട്ട് ഒരു ക്ലിപ്പ് വിട്ടിട്ട് അടി കൊടുക്കും. ഇത് കാണൂല. അങ്ങനെ മരിച്ചതാണ് മറ്റേ അദ്ദേഹം. അപ്പോൾ ഞാൻ പറയും ശരിയാണ്, അവിടെ സഞ്ചാരമുണ്ട്. അപ്പോൾ കേസ് അന്വേഷണം വല്ലതും ആയോ? അത് ഒന്നും ആയില്ല. കേസും അന്വേഷണവും ഒന്നും കൊടുത്തില്ല. അദ്ദേഹത്തിൻ്റെ സ്വത്തും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്തു? അതെല്ലാം എനിക്ക് തന്നെയാണ്. ഞാൻ നിങ്ങളത് അനുഭവിക്കാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? എനിക്ക് സ്വത്തല്ലേ? ഞാൻ പറഞ്ഞ അതല്ല, ഇത് വേറെ ആൾക്കാവോ, പുള്ളി എന്തിനാണ് മരിച്ചതെന്ന്. ഇപ്പോഴും
ആ ഗൃഹത്തിൽ തലയൊട്ടി പൊട്ടിപ്പോയ ഒരാൾ സഞ്ചരിക്കുന്നു. ഇതിന് ആന്തരികമായ ഒരുപാട് അർത്ഥമുണ്ട്. ആരെങ്കിലും കർമ്മം ചെയ്തു? കർമ്മമൊന്നും ചെയ്യില്ല, ഞങ്ങൾ കമ്മ്യൂണിസത്തിൽ വിശ്വസിക്കുന്നവരാണ്. അല്ലേ? കമ്മ്യൂണിസത്തിൽ വിശ്വസിച്ച പിതൃകർമ്മങ്ങൾ ചെയ്തുകൂടി? പിതൃക്കളുടെ ദോഷങ്ങൾ കൊണ്ടുണ്ടാവുന്ന കമ്മ്യൂണിസ്റ്റ് ഗൃഹങ്ങളിൽ എന്തോർച്ചം ദുരിതമാണ് ഉള്ളത്. ഒരു വീട്ടിൽ കണ്ടില്ലേ, ഒരു വീട്ടിൽ ഒരു പാരമ്പര്യമായിട്ട് ബന്ധമുണ്ടായിരുന്ന, പാരമ്പര്യമായി രാജകുടുംബമായിട്ട് ബന്ധമുണ്ടായിരുന്ന ഒരാൾ, ആ സ്ഥലത്ത് കൊലപാതകങ്ങൾ കൊല നടന്നു. രാജഭരണകാലത്ത് കൊലപാതകം നടന്ന വീട് ഒരാൾ വിലയ്ക്ക് വാങ്ങിച്ചു. ഒരു മുസ്ലിം സമുദായത്തിൽപ്പെട്ട ഒരാൾ. അദ്ദേഹത്തിന് അവിടെ കിടന്ന് ഉറങ്ങാൻ പറ്റിയില്ല. അദ്ദേഹം അത് നായർ സമുദായത്തിൽപ്പെട്ട ഒരാൾക്ക് കൊടുത്തു. അദ്ദേഹം തികഞ്ഞ കമ്മ്യൂണിസ്റ്റ് ആയിരുന്നു. EMS നമ്പൂതിരിപ്പാടിൻ്റെ ഏറ്റവും അടുത്ത ആളായിരുന്നു. നമ്മുടെ മുഴുവൻ അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളാണ്. ഒടുവിൽ എന്തായി? മരണമില്ലാതെ മുഴുവൻ കുടുംബങ്ങളും അന്യാധീനപ്പെട്ട്, മക്കളുമൊക്കെ അന്യാധീനപ്പെട്ട് കിടന്നുറങ്ങുമ്പോൾ രാത്രികാലങ്ങളിൽ ആ കൊല ചെയ്യപ്പെട്ട പെൺകുട്ടിയുടെ സാന്നിധ്യം കൊണ്ട് കാലോ കൈയൊക്കെ മുറിച്ച് കിടന്ന് വളരെ കാലം ദുരിതപ്പെട്ട് അനുഭവിച്ച് ആ വീട്ടുകാരുടെ അടുത്ത് വന്നിരുന്നു. ചിലതൊന്നും നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇത് നമ്മൾ നിസ്സാരമായിട്ട് കാണരുത്. ഇതൊക്കെ ദൈവമില്ല എന്ന് പറഞ്ഞിട്ട് തലയും മുണ്ടിട്ടുകൊണ്ട് അമ്പലത്തിൻ്റെ സൈഡിൽ കൂടെ പോകുന്നവരൊക്കെ ഉണ്ട്, തൊഴുതിട്ട് ഓടുന്നവരുണ്ട് അല്ലേ. ഇവിടുത്തെ ഒരു ക്ഷേത്രത്തിൻ്റെ മുമ്പിൽ ചെന്ന് നിന്ന് തൊഴണോ വേണ്ടോ എന്ന് ചിന്തിച്ച് നിൽക്കുന്ന മന്ത്രിമാരുണ്ട്. ഒന്ന് തൊഴുതു പോയി എന്ന് പറഞ്ഞ് ഒന്നും സംഭവിക്കില്ല. വിപ്ലവത്തിനൊന്നും ഒന്നും സംഭവിക്കില്ല. ഒരുപാട് ദുരിതങ്ങൾ. എന്തിനാണ് വംശത്തിന് ദോഷമുണ്ടാക്കുന്ന ഇത്രയും വിഷയങ്ങൾ? ഞാനിത് അവതരിപ്പിക്കാനുള്ളൊരു പുതിയ കാരണം തന്നെ പഴയ വീടുകളും ആ വീടുകൾ വിലയ്ക്ക് വാങ്ങുകയും ആ വീട്ടിലെ സാധനങ്ങൾ വിലയ്ക്ക് മേടിക്കുകയും ആ സാധനങ്ങൾ ശുദ്ധി ചെയ്യുന്ന ഒരു കർമ്മമുണ്ട്. ഈ പഴയ വീടുകളിലെ സാധനങ്ങൾ ഇപ്പം എനിക്കൊക്കെ ഇഷ്ടമാണ് പഴയ വീടിലെ സാധനങ്ങൾ. എനിക്ക് അതിനെക്കുറിച്ച് അറിയാവുന്നതുകൊണ്ട് ഞാൻ വെമ്പായത്ത് വീട് വെച്ചപ്പോൾ പഴയ സാധനങ്ങളൊന്നും ഉപയോഗിച്ചില്ല. പുതിയ സാധനം മേടിച്ചു പഴയതാക്കി വെച്ചു. മറ്റേ നമ്മൾ ഈ കടന്നു പോകുന്ന വഴികളുണ്ടല്ലോ പഴയ വീട്ടിൽ, നമ്മൾ ഈ പിന്നെ ആയുർവേദ ചില റിസോർട്ടുകളിലൊക്കെ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ ഇതുപോലുള്ള പഴയ വീടുകൾ, പഴയ സ്ഥലങ്ങളൊക്കെ മേടിച്ചു കൊണ്ട് വിറ്റേക്കാണ്. ഒരാളും കയറില്ല. ആ പടി വഴി കടന്നു പോകുന്നവരൊക്കെ മരണപ്പെട്ടിട്ടുണ്ടെങ്കിൽ, മൃത്യു സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, അപമൃത്യു സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ വാതിലിലൊക്കെ നെഗറ്റീവ് എനർജി ഉണ്ടാകും. ഇതൊക്കെ ഒരുപാട് അങ്ങനെ വെച്ചിട്ടുള്ള ഒരു സ്ഥലങ്ങളും വീടുകളും അത് പിന്നെ ഒരു 2 തലമുറ കഴിയുമ്പോൾ തന്നെ ഒരുപാട് ഒരുപാട് വിഷയങ്ങളുണ്ടാവും. ഈ അടുത്ത കാലത്ത് ഒരാൾ ഒരു വാതിലിൽ ഒരു ദേവിയുടെ പടം കൊത്തിവെച്ചു. പ്രശസ്തമായ ഒരു ദേവി, ഞാൻ ഏതാണെന്ന് പറയുന്നില്ല. അവസാനം രാത്രി കിടന്ന് ഉറങ്ങാൻ വയ്യ, അകത്ത് കിടന്ന് ഉറങ്ങാൻ വയ്യ. വാതിലടച്ചു കഴിഞ്ഞാൽ ഒടുവിൽ കണ്ടുപിടിക്കും എന്താണ്, ഈ ദേവിയുടെ പടമാണ് കൊത്തിവെച്ചേക്കുന്നത്. ഇതൊക്കെ അറിയാതെയൊക്കെ ചെയ്തിട്ട് അവസാനം വാതിലോട് ഇളക്കി മാറ്റി. അതാ സങ്കല്പം വയ്ക്കും. ഒരു ദൈവികമായിട്ടുള്ള സാന്നിധ്യത്തിന് സങ്കല്പം വെച്ച് ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ട്, നമ്മൾ വീട്, സ്ഥലം, തടി, ഇതെല്ലാം തന്നെ ശ്രദ്ധിച്ചല്ലേ ചെയ്യേണ്ടത്. തെങ്ങ്, ഒരു ചുടലത്തെങ്ങ് എന്ന് പറഞ്ഞാൽ മരണപ്പെട്ട ഒരാളുടെ ഇതിൽ പണ്ട് ഇപ്പം പിന്നെ കൊണ്ടുവന്ന് ഇലക്ട്രിക്കിൽ കൊണ്ടുവച്ച് 2 സെക്കൻഡ് കൊണ്ട് ഭസ്മമായി കൈ തരുമ്പോൾ ഇതിന് വീട്ടിൽ കൊണ്ടുപോകാം. മറ്റേതല്ല, ഈ ശവദാഹം നടന്ന സ്ഥലത്ത് സഞ്ചാരം കഴിഞ്ഞൊരു തെങ്ങ് വയ്ക്കും, അല്ലെങ്കിൽ 16 കഴിഞ്ഞൊരു തെങ്ങ് വയ്ക്കും. ആ തെങ്ങ് വളർന്ന് അവിടെ എങ്ങനെ നിൽക്കും? ഈ ഒരു തലമുറ കഴിയുമ്പോൾ ഇത് ഏത് തെങ്ങാണെന്നൊന്നും ആർക്കും അറിയില്ല. ആ ചുടലത്തെങ്ങിൽ നിന്ന് തേങ്ങയും കരിക്കൊന്നും ഉപയോഗിച്ചുകൂടാന്നാണ് പറയുന്നത്. പക്ഷേ ഇത് കുറേ കഴിഞ്ഞ് മുറിച്ച് വീടിന് വാതിൽ പണിയും. ഒരിക്കലും ചുടലത്തെങ്ങ് വെച്ചിട്ട് ആ തെങ്ങ് മുറിച്ച്, പണ്ട് ഓടിട്ട വീടുകളാണല്ലോ കൂടെ ഉണ്ടായിരുന്നത്, അങ്ങനെ ഓടിട്ട വീടിനകത്ത് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഉത്തരവും കഴുകോലും ഒക്കെ നിർമ്മിച്ചു കഴിഞ്ഞാൽ അവിടെ വസിക്കുന്നവർക്കുണ്ടാകുന്ന രോഗദുരിതങ്ങളും സാമ്പത്തിക നഷ്ടവും ദാമ്പത്തിക നഷ്ടങ്ങളും പിന്നെ സന്താന പരമ്പരകൾക്ക് ദോഷവും ഉണ്ടാകും. അവസാനം ഈ വീടോടുകൂടി വിൽക്കും. എത്രയോ പേർക്കാണ്. ഞാൻ പല വീടുകളിലും പോയിട്ട് ഇങ്ങനെ കുറേ നേരം നോക്കി നിൽക്കുമ്പം നമുക്ക് മനസ്സിലാവും ഇത് ഇവിടെ ആര് വെച്ച വീടാണ്, അപ്പം വെച്ച വീടാണ്. എവിടെ നിന്നാണ് മരങ്ങളാണ്? അത് ഇവിടെയൊക്കെ നിന്ന മരങ്ങളായിരുന്നു. ഒരു കാലഘട്ടത്തിന് മുമ്പ്, അല്ലെങ്കിൽ തൻ്റെ പൂർവികരായുടെ അടക്കം ചെയ്ത തെങ്ങോ പൂർവികർ വിശ്വാസ പ്രമാണങ്ങളിലെ ശരിക്കിട്ടുള്ളതായിട്ടുള്ള പണ്ടൊക്കെ ചക്രമൊക്കെ ആണല്ലോ, അത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിച്ച വീടുകളിലുള്ള നെഗറ്റീവ് എനർജികളെ നമ്മൾ മാറ്റം ചെയ്യപ്പെടാതെ നമ്മൾ ചെയ്താൽ, ഞാൻ ഈ നേരത്തെ പറഞ്ഞ പോലെ ദുരിതങ്ങൾ സംഭവിച്ച വീടുകൾ, അപമൃത്യു സംഭവിച്ച വീടുകൾ, ആത്മഹത്യ ചെയ്ത പെൺകുട്ടികൾ, ശാപങ്ങളോടുകൂടി മരിക്കുന്നതിന് മുമ്പ് എടുത്ത് കിണറ്റിലിട്ട് അതിനെ അവിടെ സംഭവിച്ചത്. ആ വീട്ടിലെ തമ്പുരാൻ ഒരു സ്ത്രീയെ ഹിതമല്ലാത്ത ബന്ധമുണ്ടാക്കി അവർ ഗർഭത്തോടു കൂടി തിരിച്ചു വരുന്നു. അവിടുത്തെ കാരണവർ പുറംകാല് കൊണ്ട് അടിച്ച് മലർന്നു വീഴുന്നു. മരിച്ചു എന്ന് കരുതിയെടുത്ത് കെട്ടിലിടുന്നു. 200 വർഷം കഴിഞ്ഞപ്പോഴും അത് പ്രേതാത്മാവായിട്ട് നിലനിൽക്കുന്നു. ഇപ്പോൾ തലമുറ ആ ചെറുപ്പക്കാരെ വീട് വേണ്ടാന്ന് വെച്ചു. അത് ശുദ്ധി ചെയ്യാൻ പറ്റും. അതെല്ലാം ഇടിച്ചു കളഞ്ഞ് അവിടെ ഒരു സുദർശനമൊക്കെ ചെയ്ത് അവിടെയൊക്കെ ശുദ്ധിയൊക്കെ ചെയ്തതിന് ശേഷം ആ സ്ഥാനം മാറി മറ്റൊരിടത്ത് വയ്ക്കാം.
എത്ര വിശ്വാസമില്ല എന്ന് പറഞ്ഞാലും ഇത്തരം വിശ്വാസങ്ങൾ ഈ ഭൂമിയിലുണ്ടെന്നും മരണപ്പെട്ട പ്രേതാത്മാക്കൾക്ക് ശക്തി ഉണ്ടെന്നും ആഗ്രഹങ്ങൾ തീരാതെ നശിച്ചുപോയ പ്രേതാത്മാക്കൾ അലഞ്ഞു തിരിയുമെന്നും രാത്രികളിൽ അവർക്ക് സഞ്ചാരമുണ്ടെന്നും ആ സഞ്ചാരം തിരിച്ചറിയാതെ അവിടെ താമസിക്കാനോ അല്ലെങ്കിൽ താമസിക്കാനോ അല്ലെങ്കിൽ അവിടേക്ക് ചെന്ന് അതിനെ അറിഞ്ഞ് സ്വീകരിക്കാനും ഈ വീട് മതി എന്ന് പറഞ്ഞ് സ്വീകരിക്കുമ്പോൾ നമുക്ക് കൂട്ടിന് പ്രത്യേകിച്ച് ഭർത്താക്കന്മാരൊന്നും സ്ഥലത്തില്ലാതെ വിദേശത്തൊക്കെയാണ് ഭർത്താക്കന്മാർ, ഇവിടുത്തെ ഭർത്താവ് വിദേശത്താണ്, ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ ആ പ്രേതാത്മാവ് ഇപ്പം കിണറ്റിനുള്ളിൽ വീണ ആ പ്രേതാത്മാവിൻ്റെയും ഈ പെൺകുട്ടിയെ രാത്രി വിളിക്കുകയാണ്, സ്വാധീനിക്കുകയാണ്. കാരണം അതിനൊരു കൂട്ട് വേണം, പ്രേതാത്മാവിന് കൂട്ട്. ഇത് വരുമ്പോൾ ഇതിൻ്റെ അടി വന്ന് സ്വാമി കള്ളം പ്രചരിപ്പിക്കുകയാണ്, പ്രേതബാധയെക്കുറിച്ച് പ്രചരിപ്പിക്കുകയാണ്, അന്ധവിശ്വാസങ്ങൾ പ്രചരിപ്പിക്കുകയാണെന്ന് പറഞ്ഞ കാര്യമില്ല. ഞാനിത് നേരിട്ട് ബോധ്യപ്പെട്ട കാര്യമാണ്. എന്തായാലും ആ വീട് നമുക്ക് ഇടിച്ചു നിരത്തിയിട്ട് നമുക്ക് മറ്റൊരിടത്തേക്ക് വീട് വെക്കാം എന്ന്. കാരണം അത്ര മനോഹരമായ സ്ഥലമാണ്. അതിൻ്റെ പുറകിൽ കുന്നും മലകളും ഒക്കെയാണ്. ഈ സ്ഥാനത്ത് നിന്ന് മാറാനും ഇവിടെ നമുക്ക് അങ്ങനെ നശിച്ചിട്ടുണ്ടെങ്കിൽ ആ പ്രേതാത്മാവിന് ഒരു തെക്ക് ഭാഗത്തായിട്ടൊരു ഒരു കൽവിളക്ക് കത്തിക്കാനായിട്ടുള്ള അവസരം ഉണ്ടാക്കാം എന്ന് പറഞ്ഞ് നമ്മളങ്ങനെ തീരുമാനമെടുത്തിട്ടാണ് വന്നത്. എന്തായാലും സ്ഥലങ്ങൾ മേടിക്കുമ്പോഴും വീടുകൾ മേടിക്കുമ്പോഴും വയലേലകൾ നിരത്തി മണ്ണിട്ട് ആ മണ്ണ് കൊണ്ട് ഇടുന്നതിനെക്കുറിച്ചൊക്കെ ഞാൻ ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. ദുഃഖങ്ങളും ദുരിതങ്ങളും മനുഷ്യജീവിതത്തിൽ ഉള്ളതാണ്, പറഞ്ഞിട്ടുള്ളതാണ്. അത് നമ്മൾ വില കൊടുത്ത് വാങ്ങിക്കേണ്ട. അത് നമുക്ക് വളരെ ശ്രദ്ധയോട് കൂടിയിട്ടുള്ള ഗൃഹസ്ഥാനങ്ങളും അത്യാഗ്രഹമില്ലാത്ത വീടുകളും പിന്നെ ആവശ്യങ്ങൾ അറിഞ്ഞുള്ള ഒരു ജീവിതവും. ആവശ്യങ്ങൾ നമുക്ക് ജീവിക്കാനുള്ള പണം മതി, അതാണ് ആവശ്യങ്ങൾ എന്ന് പറയുന്നത്. അത്യാവശ്യമില്ല, പണത്തിന് വേണ്ടി അത്യാഗ്രഹപ്പെട്ടു പോകേണ്ട ആവശ്യമില്ല. അപ്പോൾ ചെറിയ ചെറിയ ആഗ്രഹങ്ങളോടുകൂടി മനസ്സമാധാനവും ശാന്തിയായിട്ട് ഉറങ്ങാനായിട്ടുള്ള ചിന്തകളും അത്തരത്തിലുള്ള ആഗ്രഹങ്ങളും മതി. ദൈവം എല്ലാവർക്കും ഒരു നല്ല ജീവിതമാണ് വേണ്ടത്. സമാധാനവും ശാന്തിയുള്ള ജീവിതം ഈശ്വരനായിട്ട് ഒന്നും കൊണ്ട് തരില്ല, ഈശ്വരനിൽ നിന്ന് ലഭിക്കട്ടെ. ഈശ്വരൻ രക്ഷിക്കണേ എന്നല്ല പറയുന്നത്, എനിക്ക് സമാധാനവും ശാന്തിയും തരാനുള്ള ചിന്തകളുണ്ടാകണം. അത്തരം ചിന്തകളിലൂടെ എനിക്ക് സത്കർമ്മങ്ങൾ ചെയ്ത് മുമ്പിലോട്ട് പോകണമെന്നും വേണം, പ്രാർത്ഥന വേണ്ടതെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.